മറ്റ് പ്രതികളെ വിവരമറിയിക്കുകയായിരുന്നുവെന്നായിരുന്നു മൊഴി. മൃതദേഹം കാറിന്റെ പിൻസീറ്റിലിരുത്തി വീട്ടിലെത്തിച്ചു. 4 പേരും ചേർന്ന് മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ മറവു ചെയ്തു എന്നാണ് പോലീസ് വിശദീകരിച്ചത്. 1-ാം പ്രതിയായ അനിൽകുമാർ ഇസ്രായേലിലായിരുന്നതിനാൽ മറ്റു പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അനിൽകുമാറിന്റെ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് അന്വേഷണ സംഘം പരിശോധിക്കുകയായിരുന്നു. ടാങ്കിൽ നിന്നും മൃതദേഹത്തിന്റേതെന്ന് കരുതുന്ന സാമ്പിളുകളും അന്ന് പോലീസ് ശേഖരിച്ചു. കൊല്ലം മുന്നേ നടന്ന സംഭവമായതുകൊണ്ട് നമ്മുടെ റെക്കോർഡ്സിൽ അങ്ങനെ ഒരു പരാതി ഇല്ല. ആക്ച്വലി അമ്പലപ്പുഴയാണ് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. ഇങ്ങനെ ഒരു സ്ത്രീ മിസ്സിംഗ് ആണ്, കുറയപ്പെടാൻ സാധ്യത ഉള്ള ഇൻഫർമേഷൻ നമുക്ക് അവിടെയാണ് കിട്ടിയത്. അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ അവിടെ നിന്നായിരുന്നു എൻക്വയറി നടത്തിയത്. നിലവിൽ ഇപ്പോൾ എവിടെയാണുള്ളത്? ഇസ്രായേലിലാണെന്നാണ് നമ്മുടെ അറിവ്. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. എല്ലുകളുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയെന്ന് കരുതി പോലീസിന് ലഭിച്ച സാമ്പിളുകളൊന്നും തന്നെ മൃതദേഹാവശിഷ്ടങ്ങളല്ല എന്നാണ് കണ്ടെത്തൽ. ഇതിനിടയിൽ 1 വർഷമായിട്ടും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള ശ്രമവും അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ടു. കലയെ മറ്റൊരു സെപ്റ്റിക് ടാങ്കിലാകാം കുഴിച്ചിട്ടതെന്ന സംശയവും പോലീസിനുണ്ട്. ഇനി അന്വേഷണ സംഘത്തിന് ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ അനിൽകുമാറിനെ ഏത് വിധേനയും നാട്ടിലെത്തിച്ചേ മതിയാകൂ. കൊലപ്പെടുത്തിയെന്നും മൃതദേഹം കണ്ടുവെന്നുമുള്ള ദൃക്സാക്ഷിമൊഴി ഉൾപ്പെടെയുള്ള കേസിൽ കല മരണപ്പെട്ടുവെന്ന് ആധികാരികമായി തെളിയിക്കാൻ സത്യത്തിൽ വാക്കാലുള്ള മൊഴികൾക്കപ്പുറം അന്വേഷണ സംഘത്തിന്റെ കൈവശം ബലപ്പെട്ടതായി യാതൊന്നുമില്ലെന്ന് തന്നെ പറയാനാകും. വർഷങ്ങൾക്ക് ശേഷം വെളിച്ചം കണ്ട മാന്നാർ കലാകൊലപാതക കേസിൽ നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. മുഖ്യപ്രതി അനിൽകുമാറിനെ ഏത് വിധേനയും നാട്ടിലെത്തിച്ചാൽ മാത്രമേ ഇനി ഈ കേസിന്റെ ചുരുളുകൾ അഴിക്കാൻ പോലീസിന് കഴിയുകയുള്ളൂ. ആലപ്പുഴ മാന്നാറിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. 2009 കാണാതായ കല എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോൾ ബാക്കിയാവുകയാണ്. പോലീസിനെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. എന്തായാലും ഈ കേസിൽ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. മൃതദേഹാവശിഷ്ടങ്ങളല്ല സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്തിയത് എന്നുള്ള നിർണായകമായ റിപ്പോർട്ട് പുറത്തുവിടുകയാണ് ന്യൂസ് 18. അങ്ങനെ ഈ കേസിൽ ഇനി പോലീസിനെ കുഴയ്ക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, ഈ കേസിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിശദമായി ചോദ്യം ചെയ്തതാണ്. കലയെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള നിർണായക വിവരം കിട്ടിയതാണ്. പക്ഷേ ഒടുവിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടം കിട്ടാതായതോടുകൂടി സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്തിയത് മൃതദേഹമല്ല എന്ന് തെളിഞ്ഞതോടുകൂടി ഇനി പോലീസ് എന്ത് ചെയ്യുവാനുള്ള ഒരു തീരുമാനത്തിലാണ്? മഞ്ജുഷ, തീർച്ചയായും ഈ കേസിൽ വലിയൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കലാകൊലപാതക കേസിൽ പോലീസിന് ഏറ്റവും കൂടുതൽ സഹായകരമാകേണ്ട ഒരു നിർണായക തെളിവിനെ സംബന്ധിച്ച് അത് ലഭ്യമായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാന്നാർ, എരമത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കലയെ കാണാതായതായി കലയെ കാണാതാകുന്നത്. അന്ന് ആൺ സുഹൃത്തിനോടൊപ്പം പോയി എന്നുള്ള വിവരമാണ് കുടുംബാംഗങ്ങൾ പങ്കുവച്ചത്. ആരും തന്നെ പോലീസിന് പരാതിയും നൽകിയിരുന്നില്ല. ആ ഘട്ടത്തിൽ 15 വർഷങ്ങൾക്ക് ശേഷം ഒരു ഊമക്കത്തിന്റെ രൂപത്തിലാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് ഒരു വിവരങ്ങൾ അടങ്ങിയ ഒരു കത്ത് ലഭ്യമാകുന്നത്. അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കലയെ ഭർത്താവ് അനിൽകുമാറും ഒപ്പം തന്നെ ബന്ധുക്കളായ ചിലരും ചേർന്ന് കൊലപ്പെടുത്തി വീടിനോട് ചേർന്നുള്ള സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആ കത്തിൽ വ്യക്തമാക്കിയിരുന്നത്. പിന്നീട് ഈ കേസിലെ പ്രതിയായ ഒരാളുടെ ഭാര്യ നൽകിയ ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദാംശങ്ങളിൽ ഈ ഒരുത്തിയെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് പോലും ആരും ചോദിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രകോപനപരമായ ഒരു മറുപടി കൂടി കേസിലെ പ്രതിയായ പ്രമോദിന്റെ ഭാര്യ നൽകിയ ഗാർഹിക പീഡന കേസിൽ മൊഴിയായി അവർ നൽകുന്നു. അത് അമ്പലപ്പുഴ പോലീസിലാണ് നൽകുന്നത്. അങ്ങനെയാണ് 15 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കേസ്, ഈ ഒരു തിരോധാന കേസ് അത് ഒരു FIR ആയി രജിസ്റ്റർ ചെയ്യപ്പെടുകയും കൊലപാതകമാണ് എന്നുള്ള വിവരത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത്. 2024 ജൂലൈ 1-നാണ് കലാക്കേസ് FIR ആയി മാന്നാർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഈ 2-ാം തീയതി തന്നെ, ജൂലൈ 2-ന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ മൃതദേഹ
കണ്ടെത്തുന്നതിനുള്ള പരിശോധന നടന്നു. അനിൽകുമാറിന്റെ വീടിനോട് ചേർന്നുള്ള സെപ്റ്റിക് ടാങ്കിൽ നിന്നുമായിരുന്നു ഈ സെപ്റ്റിക് ടാങ്ക് പൊട്ടിച്ചായിരുന്നു ദീർഘനേരം ദിവസം മുഴുവൻ നീണ്ടുനിന്ന പരിശോധന നടത്തിയത്. അമ്പലപ്പുഴ പോലീസിന്റെയും മാന്നാർ പോലീസിന്റെയും ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരസാജോന്റെയും നേതൃത്വത്തിലായിരുന്നു ഈ പരിശോധന നടന്നത്. പക്ഷേ 15 വർഷങ്ങൾക്ക് ശേഷം അതിനകത്ത് നിന്ന് കണ്ടെത്തിയ ചില അവശിഷ്ടങ്ങൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ പരിശോധനയ്ക്കായി നൽകി. ആ പരിശോധനാ റിപ്പോർട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ ആകെ നിരാശപ്പെടുത്തുന്നത്. അതായത് ആ പരിശോധനാ റിപ്പോർട്ട് പ്രകാരം കിട്ടിയ, അതായത് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭ്യമായ വസ്തുക്കളിലൊന്നും തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. ആ സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ഈ കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ മുഖ്യപ്രതിയായ, കേസിൽ 1ാം പ്രതിയായ അനിൽകുമാർ ഇസ്രായേലിലാണ്. കലയുടെ ഭർത്താവാണ് അയാൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം പരാജയപ്പെട്ടു. അന്ന് 3 പേരാണ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. സോമൻ, ഒപ്പം തന്നെ ഈ പ്രമോദും ജിനുവും അടക്കമുള്ള ഈ കേസിനകത്ത് കലയെ വലിയ പെരുമ്പഴ പാലത്തിൽ വെച്ച് കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടു എന്നാണ് ഇവർ പോലീസിനോട് സമ്മതിച്ചത്. കാറിനകത്ത് പിൻസീറ്റിലിരുത്തി വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുഴിച്ചുമൂടി, സെപ്റ്റിക് ടാങ്കിൽ മൂടി എന്നുള്ളതായിരുന്നു പ്രതികൾ നൽകിയ മൊഴി. എന്നാൽ അതിനൊക്കെ ആ കേസിൽ പ്രതികൾക്കടക്കം ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അന്വേഷണ സംഘത്തിന് നിർണായകമായ തെളിവുകളിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇനി ഇസ്രായേലിലുള്ള ഭർത്താവ് അനിൽകുമാറിനെ തിരികെ എത്തിക്കുവാൻ ആ ശ്രമം പോലീസ് നടത്തുന്നുണ്ടോ? എന്താണ് അതിനുള്ള തടസ്സമായിട്ട് നിൽക്കുന്നത്? ഇപ്പോൾ അനിൽകുമാറിനെതിരെ നിലവിൽ ഒരു തെളിവുമില്ലല്ലോ, മൃതദേഹാവശിഷ്ടങ്ങൾ പോലും അല്ല കിട്ടിയത് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ കുറച്ച് മൊഴികൾ മാത്രമാണല്ലോ ഉള്ളത് പോലീസിന്റെ മുന്നിൽ. അതെ, അതാണ് വലിയ പ്രതിസന്ധി. അതായത് ഈ കേസിൽ ഇനി വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ അനിൽകുമാർ എന്നയാളെ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വരിക എന്നുള്ളതാണ്. പക്ഷേ അനിൽകുമാറിന്റെ ആദ്യഘട്ടത്തിൽ കേസ് പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ തന്നെ അനിൽകുമാറിന്റെ കുടുംബത്തിലൊക്കെ സമ്മർദ്ദം ചെലുത്തി അനിൽകുമാറെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടു. ഇതിൽ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പോലീസിന് ഇപ്പോൾ അനിൽകുമാറിന് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരുന്നതെങ്കിലും റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കുറ്റപത്രമടക്കം സമർപ്പിക്കാൻ കഴിയാതെ വന്ന ഘട്ടത്തിൽ ഇത് കേസ് വീക്കായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള ശ്രമം പോലും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് അനിൽകുമാറിനെ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. 2024 ജൂലൈ 1 എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത്. ഇതുവരെ കേസിൽ കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഇപ്പോൾ 1 വർഷം കഴിയുന്നു. കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിയെ നാട്ടിലെത്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അന്വേഷണ സംഘം സ്റ്റക്കായി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ കേസിനകത്ത് ഏറ്റവും കൗതുകകരമെന്ന് പറയുന്നത് കല കൊല്ലപ്പെട്ടു എന്നും കലയെ ആലുവയിൽ നിന്ന് അനിൽകുമാർ, വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ അനിൽകുമാർ മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ വൈരാഗ്യം മൂലം കലയെ ആലുവ ജോലി സ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വലിയ പെരുമ്പഴ പാലത്തിൽ വെച്ച് രാത്രി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു, കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു ഈ മൊഴിയായി വന്നിരുന്നത്. അത്തരത്തിൽ കണ്ടുവെന്ന് സാക്ഷിമൊഴികളടക്കം, മൃതദേഹം മറവ് ചെയ്യാൻ ശ്രമം നടക്കുന്നത് കണ്ടുവെന്ന് സാക്ഷിമൊഴികളടക്കം മൊഴി നൽകി പിന്നീട് അത് തിരുത്തുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഇത് എല്ലാവരും ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം ഈ ആളുകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ബന്ധുക്കളായ ആളുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴികളോ ഒരുപക്ഷെ മാറ്റമുണ്ടാവാനുള്ള സാധ്യതയുണ്ടാകും. ഇത്രയും വർഷം ഈ വിഷയം ഒളിഞ്ഞു കടന്നതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രിക്കോഷൻസ് പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. ഇതിൽ ഇപ്പോൾ മഞ്ജുഷ ഏറ്റവും വലിയൊരു സംശയം, ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റി മറ്റൊരിടത്തേക്ക് ഈ പ്രതികൾ ആരും അറിയാതെ അനിൽകുമാർ മാറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. മറ്റൊരു സെപ്റ്റിക് ടാങ്ക് കേന്ദ്രീകരിച്ചുള്ള സംശയങ്ങളും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ 3 പേരാണല്ലോ പോലീസിന്റെ സർവൈലൻസിലുള്ളത്. ആ 3 പേർ മാത്രമാണല്ലോ. നേരത്തെ കസ്റ്റഡിയിലായിരുന്നു, പിന്നീട് ആ 3 പേർക്കും ജാമ്യം കിട്ടുകയും ചെയ്തു. അവർ ആ രീതിയിലുള്ള വിവരങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ടോ? മറ്റൊരു സെപ്റ്റിക് ടാങ്ക് ആയിരുന്നുവെന്ന്, ഈ സെപ്റ്റിക് ടാങ്ക് ആയിരുന്നുവെന്ന് ഇതേ 3 പേർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ പോലീസ് തെരച്ചിൽ നടത്തിയത്? അതെ മഞ്ജുഷ, അങ്ങനെ തന്നെയാണ്. കാരണം ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ സെപ്റ്റിക് ടാങ്ക് കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടന്നത്. അയൽവാസിയായ ഒരാളും പുലർച്ചെ തൊട്ടടുത്ത് ചായക്കച്ചവടം നടത്തുന്ന ഒരാളാണ്. പുലർച്ചെ അദ്ദേഹവും ഇവരുടെ കാര്യങ്ങൾ കണ്ടിരുന്നു എന്നുള്ളത് പോലീസിന് മൊഴി നൽകിയിരുന്നു. പക്ഷേ ഇവരാരും അറിയാതെ അനിൽകുമാർ ആ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇടപെടുകയാണ്. ഇപ്പോൾ മുൻ പോലീസ് ഓഫീസർ കൂടിയായ ശ്രീ ജോർജ് ജോസഫ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്.